വെൽക്കം ടു മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2. നമ്മളിങ്ങനെ നമ്മുടെ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലയുടെ സെമി ഫൈനൽസ് ഇന്നലെ ആരംഭിച്ചു. നമ്മുടെ 7 മ്യൂസിക്കൽ വൈഫ്സിന്റെയും ആദ്യ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ രണ്ടാം റൗണ്ടിനായി നിങ്ങളും കാത്തിരിക്കുന്നു, ഞാനും കാത്തിരിക്കുന്നു, നമ്മുടെ സ്വന്തം ജഡ്ജസും കാത്തിരിക്കുന്നു. അപ്പോൾ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. നമ്മുടെ ഈ ഷോയുടെ കാര്യക്കാരായ രണ്ടുപേരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ സ്വന്തം ജി വേണുഗോപാൽ ആൻഡ് മഞ്ജരി. എന്തായാലും മഞ്ജരി, വേണുചേട്ടാ, മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 2 സെമി ഫൈനൽസ് ഇന്നലെ ആരംഭിച്ചു. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷകൾ എന്നൊക്കെ. നമ്മൾ ഇന്നലെ അതിനെ പറ്റി വിശദമായിട്ട് സംസാരിച്ചു. എന്നാലും എനിക്ക് നിങ്ങളോട് ഇന്ന് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ 7 മത്സരാർത്ഥികളുടെയും ആദ്യ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോ ആദ്യത്തെ റൗണ്ടിൽ നിന്ന് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് നമ്മുടെ 7 മ്യൂസിക്കൽ വൈഫ്സും. തീർച്ചയായിട്ടും ഇനി അടുത്ത റൗണ്ടിലോട്ട്, അവരുടെ ഈ സെമി ഫൈനൽസിലെ അവസാന റൗണ്ടിലോട്ട് കടക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ടിപ്സ് കൊടുക്കാനുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് മറക്കുക, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മറക്കുക, അവരവിടെ ഉണ്ട് എന്നും ജസ്റ്റ് പാടുക. അങ്ങനെ പാട്ട് മറക്കരുത്. പാട്ടും വരികളും രാഗവും ശ്രുതിയും ഒന്നും മറക്കരുത്. എക്സാക്ട്ലി. ശരി. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വേറൊരു സംഭവം ഉണ്ട്. എന്താ അത്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സംഭവമാണ്. എന്തായിരിക്കും? ഓഹോ, എലിമിനേഷൻ. ഈ എലിമിനേഷനെ പറ്റിയിട്ടും ഇവർ ചിന്തിക്കരുത്, അല്ലേ? ചിന്തിക്കരുത്. പക്ഷെ ഞാൻ ചിന്തിച്ച് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അത് പറയണം പറഞ്ഞാലേ പറ്റൂ. ശരി. അപ്പൊ നമ്മുടെ മ്യൂസിക്കൽ വൈസിന് എല്ലാ ടിപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ ടിപ്സ് ഒക്കെ. അതിനിടയിൽ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങൾ എല്ലാ റൗണ്ടുകളിലും എല്ലാ വീക്കുകളിലും നിങ്ങൾ രണ്ടുപേരും സാധിച്ചു തരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ ആഗ്രഹം പറയുകയാണ്. പറയൂ, എന്താണ് ആഗ്രഹം? ശരി. അപ്പൊ ചെറിയ ആഗ്രഹം, നിങ്ങൾക്ക് പറ്റുന്ന ഒരു ആഗ്രഹമായിരിക്കുമല്ലോ. എന്തായിരിക്കും? ഒരു പാട്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം മഞ്ജരിയെ വിളിക്കണോ വേണുചേട്ടനെ വിളിക്കണോ? എങ്ങനെ വേണോ? വേണുചേട്ടാ വരൂ, ഒരു ഗാനം ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരൂ. കാണാനഴകുള്ള മാണിക്കക്കോയിലേ, കടറുമാസം കഴിഞ്ഞില്ലേ, കാണാനഴകുള്ള മാണിക്കക്കോയിലേ, കടറുമാസം കഴിഞ്ഞില്ലേ, അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പില് പെൺകുയിലാളൊത്ത് വന്നാട്ടെ, നിന്റെ പെൺകുയിലാളൊത്ത് വന്നാട്ടെ, കാണാനഴകുള്ള മാണിക്കക്കുയിലേ, കാടാറുമാസം കഴിഞ്ഞില്ലേ. കല്ലിനുള്ളിലെ ഉറവയുണർന്നു ലല്ലലമൊഴുകി കുളിരരുവി, കല്ലിനുള്ളിലെ ഉറവയുണർന്നു ലല്ലലമൊഴുകി കുളിരരുവി, കല്ലുമലിയുന്ന പാട്ടു ചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്നാട്ടെ, കല്ലുമലിയുന്ന പാട്ടു ചുരത്തുന്ന ചെല്ലക്കുടവുമായി വന്നാട്ടെ, നിന്റെ പുള്ളോർക്കുടവുമായി വന്നാട്ടെ, കാണാനഴകുള്ള മാണിക്കക്കുയിലേ, കാടാറുമാസം കഴിഞ്ഞില്ലേ.
അമ്പലനടയിലെ ചെമ്പകത്തിൽ മലരമ്പനും പൊറുതിക്കായി വന്നിറങ്ങി. അമ്പലനടയിലെ ചെമ്പകത്തിൽ മലരമ്പനും പൊറുതിക്കായി വന്നിറങ്ങി. മാവായ മാവെല്ലാം പൂത്തിറങ്ങി, മണമുള്ള മാണിക്ക പൂത്തിരികൾ. മാവായ മാവെല്ലാം പൂത്തിറങ്ങി, മണമുള്ള മാണിക്ക പൂത്തിരികൾ. നിന്റെ മാറനെതിരേൽക്കും പൂത്തിരികൾ. കാണാനഴകുള്ള മാണിക്കക്കുയിലേ, കാടാറുമാസം കഴിഞ്ഞില്ലേ. അങ്കണത്തൈ മണിമാവിൻ്റെ കൊമ്പില് പെൺകുയിലാളൊത്ത് വന്നാട്ടെ, നിന്റെ പെൺകുയിലാളൊത്ത് വന്നാട്ടെ. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ, 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 വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. നമ്മുടെ മത്സരം ആരംഭിച്ചാലോ? ഞാൻ ഇങ്ങനെ ആരംഭിക്കും. ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുക. ഇന്നിപ്പം ക്യാരക്ടർ റൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്, ഫേവറേറ്റ് സോങ് റൗണ്ട് ഉണ്ട്. അപ്പൊ പല പല ക്യാരക്ടേഴ്സ് ആയിട്ടും ഇഷ്ടപ്പെട്ട ഗാനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മത്സരാർത്ഥികൾ പിന്നണിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരെ സ്വാഗതം ചെയ്യാം. ഉടൻ തുടങ്ങാം. അപ്പൊ പ്രേക്ഷകരെ, നമ്മുടെ സെമി ഫൈനൽസിന്റെ 2ാം ഘട്ടം ഇന്ന് ആരംഭിക്കുകയാണ്. അവരുടെ തകർപ്പൻ പെർഫോമൻസിന് വേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്, ഞാനും കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ആരൊക്കെയാണ് നമ്മുടെ ഫിനാലയിലോട്ട് കടക്കുന്ന മത്സരാർത്ഥികൾ എന്നറിയാൻ ഇനി ഈ ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ മതി. അപ്പൊ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരും റെഡിയാണല്ലോ? ഞങ്ങളും റെഡിയാണ്. നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നിഖില ഫ്രം വയനാട്.
നിഖില നിഖില അങ്ങ് ആളാകെ മാറിപ്പോയി അല്ലേ? വന്നപ്പോഴുള്ള നിഖില അല്ല അല്ലേ? കുറച്ച് നാണത്തോടു കൂടി കടന്നു വന്ന നിഖില ഇപ്പൊ ആള് മാറി. വേണുചേട്ടാ മാറിയില്ലേ? മാറി മാറി. തകർപ്പൻ ഡാൻസ്, അഭിനയം. നിഖില, എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം, ഒന്നുകൂടി നാണം കൈവെടിയാം. വെടിഞ്ഞൂടെ ഈ മ്യൂസിക് വൈഫിന്? പറ്റില്ലേ? കല്യാണമൊക്കെ പ്രിപ്പയർ ചെയ്ത് അവസാനം കൈവിട്ടുപോയി അല്ലേ? ഒരു സംഗതി. That's all. മറ്റെല്ലാം it was so good. നന്നായിരുന്നു. Good. എന്തായാലും വേണുചേട്ടൻ കുറച്ച് കൺഫ്യൂസിങ് ആണെങ്കിലും കുറച്ച് നല്ല രീതിയിലുള്ള കമന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അധികം കൺഫ്യൂഷൻ വന്നില്ല കമന്റ്സിൽ. മനസ്സിലേക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഇല്ലാത്ത കമന്റ്സ് പറയാനുണ്ടോ? ഞാനിവിടെ ഇരുന്ന് അച്ഛനെയും അമ്മയെയും ഭർത്താവിനെയൊക്കെ നോക്കി ഇതാരാ മനസ്സിലായില്ലല്ലോ എന്ന്. നിഖിലേനെ കണ്ടിട്ടേ ഇങ്ങനെ ഒരു ഗെറ്റപ്പിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാന്ന് തോന്നുന്നല്ലോ അല്ലേ? ഞെട്ടിയിരിക്കും എല്ലാരും. ഓ, അച്ഛനാണെങ്കി അവിടെ ഇങ്ങനെ പ്രൗഡായി അഭിമാനം കൊള്ളാണ്. എന്റെ മോക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് ഗംഭീരായിട്ട് പാടി. സൂപ്പർ. രണ്ടുപേര് പാടിയ പാട്ട് ഒറ്റയ്ക്ക് നിന്ന് ശ്വാസം കൺട്രോൾ ചെയ്ത് ഗംഭീരായിട്ട് പാടി. വീട്ടിലെങ്ങനെ ഇതുപോലെ ഡാൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യായിരുന്നു ഈ പാട്ട്? ഡാൻസ് തീരെ കളിക്കാറില്ല. ഇല്ല, ഭയങ്കര നാണക്കാരിയായിരുന്നു. പക്ഷെ അതൊക്കെ മാറി അല്ലേ? മാറി. ഇപ്പൊ എങ്ങനെയുണ്ട് ആ മാറ്റം? എങ്ങനെ നോക്കി കാണുന്നു? ഇല്ല, ആദ്യത്തേക്കാൾ ഉപരി ഭയങ്കര മാറ്റമാണ് വന്നത്. ഞാൻ ഇങ്ങനെ ഒരു ഗെറ്റപ്പിൽ വരുമ്പോ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും എന്നുള്ളത്. പക്ഷെ കണ്ടപ്പോ ഭയങ്കര ആപ്റ്റായിട്ട് തോന്നി. ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ശരി, അപ്പൊ എന്തായാലും നിഖില, നമ്മുടെ സെമി ഫൈനൽസിലെ 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെച്ചോളൂ. ഇനി നമുക്ക് മുമ്പിലുള്ളത് എന്താണ്? എലിമിനേഷൻ. അപ്പൊ അതിനു വേണ്ടി ടെൻഷൻ അടിച്ചോളൂ കേട്ടോ. ശരി, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്ത് രസമാണല്ലേ നമ്മുടെ മത്സരാർത്ഥികളൊക്കെ ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് വരുന്നു, കാർത്തുമ്പിയായി വരുന്നു. നല്ല രസമുണ്ട് അല്ലേ? മൊത്തത്തിൽ അവരുടെ ഗെറ്റപ്പും അവരുടെ പെർഫോമൻസും. അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് വന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? നിങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ട് വന്നില്ല? സത്യം പറഞ്ഞ് ഇവരൊക്കെ കാണുമ്പോ എനിക്കും ആഗ്രഹം തോന്നുന്നുണ്ട്. ഞാൻ ഇതേപോലത്തെ ഇത്രയും ലുക്കിൽ വരേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചും കൂടി മഞ്ജരിയെ പോലെയൊക്കെ കുറച്ചുകൂടി വേണ്ട അത് കൈവിട്ട് പോയി, അത് എവിടെയോ എത്തി. ഏതായാലും നമുക്ക് നമ്മുടെ മത്സരം തുടരാം. സെമി ഫൈനൽസിലെ ആവേശകരമായ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം റിൻഷിത. Oh
സൂപ്പർ. എന്റെ എൻട്രി മ്യൂസിക്കിന് വേണ്ടി നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നു ഞാൻ വിചാരിച്ചില്ല. കരയിപ്പിച്ചു കളഞ്ഞു തന്നെ. രഞ്ജിത, എന്തായാലും ഫേവറേറ്റ് സോങ് റൗണ്ട് ആണ് കഴിഞ്ഞത്. ഇഷ്ടപ്പെട്ട ഗാനമായിരുന്നു. നന്നായി പാടാൻ പറ്റിയോ? ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പാടാൻ പറ്റിയില്ല. ഏയ് അങ്ങനെ വലിയൊരു പ്രോബ്ലം ഉണ്ടായില്ല. രണ്ടിടത്ത് ചെറിയ 2 ഫ്ലോസ് അത്രേ ഉള്ളൂ. ബ്യൂട്ടിഫുള്ളി സങ്, ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. രഞ്ജിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ പാടുന്ന സംഗതി എന്താണെന്ന് അറിയാതെ ആണ് അത് പാടുന്നത്. അപ്പോൾ അതിനൊരു ഒരു വല്ലാത്തൊരു ഒരു നൈർമല്യം, ഒരു ഇന്നസെൻസ്, ആ ഒരു സംഗതിയുണ്ട്. ദാറ്റ് ഈസ് എ ബോണസ്. പറയാതെ നിവർത്തിയില്ല. പ്ലസ് ഒരു നാച്ചുറൽ ഗുഡ് വോയിസ്, ബ്യൂട്ടിഫുൾ വോയിസ്. ഇപ്പോ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നില്ലേ? വന്നു. മഞ്ജരി, ഇതാര് പാടിയാലും ഈ പാട്ടിന്റെ അകത്തൊരു സോൾ ഉണ്ട്. അതൊരു വല്ലാത്ത സോളാണ്. അത് ആ ഒരു ആത്മാവിനെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. അത് എന്തോ ഒരു മാജിക് ആണ് ആ പാട്ട്. ആര് കേൾക്കുമ്പോഴും, ഇതിപ്പോ ഒരു വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ പാട്ട് ഏകദേശം ഒരു 1-2 മണിക്കൂർ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. അങ്ങനത്തെ ഒരു മാജിക് ഉള്ള പാട്ടാണ്. അപ്പൊ അത് എനിക്കിപ്പോ റിൻഷിത പാടിയപ്പോൾ സൂപ്പറായിരുന്നു, ഉഗ്രനായിരുന്നു. അതിന്റെ ഇടയിൽ റിൻഷിത മറന്നുപോയതും എടുക്കാൻ പ്രയാസപ്പെട്ടതും ഒന്നും നമുക്ക് കണക്കിലെടുക്കുന്നില്ല. കാരണം ഈ പാട്ടിന്റെ ഒരു മാജിക് വേറെ തന്നെ ഒരു തലത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. രാജാ സാറുടെ സംഗീതം, ബിച്ചു തിരുമല സാറുടെ വരികൾ, സ്പെഷ്യലി അതിലൊരു ഏറ്റവും വോയിസ്, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് ടച്ച് ചെയ്യുന്ന ഒരു വരിയാണ് നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ. അത് പൊതുവെ അമ്മമാർക്കൊക്കെ അത് ഫീൽ ചെയ്യുന്ന ലൈൻസ് ആണ്. കുഞ്ഞ് നാളെ മുതൽ കേൾക്കുമ്പോൾ ഈ 2 വരിയാണ് എപ്പോഴും മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ വാക്കുകളും മ്യൂസിക്കും ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു കൂട്ടായ്മ. മൈ ഗോഡ്, അത് ഈ പാട്ട് സെലക്ട് ചെയ്തത് ആരാണോ റിൻഷിതയ്ക്ക് എടുത്തു തന്നതെന്ന് എനിക്കറിയില്ല. ഇത് ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സോങ് ആണ്. ഉമ്മയാണോ ഇതിന്റെ പിറകിൽ? ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. ഉമ്മക്ക് ഇഷ്ടമാണ്. ഞാൻ എപ്പോ പാടുമ്പോഴും ഉമ്മ കരയും കേൾക്കും. ഉമ്മേന്റെ മനസ്സിൽ വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നോക്കും, അവിടെ ഇങ്ങനെ റിൻഷിത ഇടയിൽ ഒന്ന് പതറുമ്പോ ഉമ്മ ഇവിടെ അയ്യോ ശരിയാവണേ. ഭർത്താവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു. റിൻഷിത, എന്തോ ഒരു സന്തോഷ വാർത്തയുണ്ടല്ലോ ഞങ്ങളെ അറിയിക്കാൻ. എന്തോ ഒളിപ്പിച്ചു വെച്ചൊരു സംഭവം, ആരടുത്തും പറയാതെ കൊണ്ടു നടക്കുന്ന ഒരു രഹസ്യം പരസ്യമാക്കോ? കുറെ നാളായിട്ടുള്ള രഹസ്യമാണോ അതോ ഈ അടുത്തായിട്ടുള്ള? ഈ പാട്ട് പാടിയതുകൊണ്ട് ഇനി പറയാൻ പറ്റിയൊരു ഇതാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ ഞാൻ പ്രതീക്ഷ തന്നെ. ഞാനും പ്രേക്ഷകർ ഇപ്പൊ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? പറഞ്ഞോളൂ. ഞാൻ 2ാമത് അമ്മയാണ്. അതുകൊണ്ടാണ് ഫീലങ്ങ് കൂടി. അതെ, ഒരു അമ്മയും മകളോ മകനോ നമുക്കറിയില്ല ആരാന്നുള്ളത്. പക്ഷെ അതൊരു ബോണ്ടിങ് ആണ് അല്ലേ? എനിക്കിവിടെ ഇപ്പൊ റിൻഷിതയുടെയും ഉമ്മയുടെയും ഒരു ബോണ്ടിങ് ഒക്കെ കാണുമ്പം ഈ പാട്ട്, ഇതിപ്പോ നമ്മളെ കുറച്ച് തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നുവെങ്കിലും ആ പാട്ടിന്റെ സമയത്ത് ഒരു അമ്മയും മകളുടെ ഒരു ബോണ്ടിങ് നമുക്ക് ഫീൽ ചെയ്യാം. ഇത്രയൊക്കെ പാടിയിട്ട് ഒരു കുഞ്ഞുമാവയൊക്കെ വയറിലല്ലേ, ഈ അമ്മയെ കെട്ടിപ്പിടിക്കണം തോന്നുന്നുണ്ടോ? തോന്നലുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ നമുക്ക് നിറവേറ്റാം. തീർക്കാലോ. ഉമ്മ ഓടി വരും. ഇപ്പൊ ആള് ഒരു വലിയൊരു സന്തോഷ വാർത്ത ഇപ്പൊ ഞങ്ങൾ എല്ലാവരും അറിയിച്ചു. മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ പോലുള്ള ഒരു വലിയ വേദിയിൽ സെമി ഫൈനലിൽ നന്നായി പാടി, നല്ല കമന്റ്സ് ഒക്കെ കിട്ടി. എന്താണ് ഒരു അമ്മയെ സംബന്ധിച്ച് ഒരുപാട് പ്രൗഡ് തോന്നുന്ന നിമിഷമാണ്. ഒരുപാട് സന്തോഷം. സ്റ്റേജിൽ കയറുമ്പോ തന്നെ ആകെ ടെൻഷൻ അടിച്ചിട്ട് നല്ല ഫീലോട് കൂടെ പാടി മോള്. നല്ല സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. ഈ ഉമ്മാനെ വർത്താനം കേൾക്കാൻ നല്ല രസമാണ്. ഞാൻ കൂടെ കൊണ്ടുപോകാം. ഇപ്പൊ എന്തായാലും 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ടെൻഷൻ ഒന്നും വേണ്ട, റെസ്റ്റ് എടുക്ക. നിനക്കൊരു വാർണിംഗ്. എന്താ? ആവശ്യം ഇല്ലാതെ എന്ത് ചെയ്യരുത്, ടെൻഷൻ അടിപ്പിക്കരുത്. ഇനി റിൻഷിതയുടെ ഭാഗത്തേക്ക് ഞാനില്ലല്ലോ. ടെൻഷൻ എന്ന് പറഞ്ഞ പരിപാടിയില്ല, ടീ വരെ വരില്ല. റിൻഷിത ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. താങ്ക് യു. നമ്മൾ എന്തായാലും നമ്മുടെ മത്സരം തുടരുവാണ്. അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. കഴിഞ്ഞ എലിമിനേഷന് ഞാൻ ഒരാളെ ഒരുപാട് ടെൻഷൻ അടിപ്പിച്ചു. ആ ടെൻഷൻ അടിച്ച ആ കുട്ടിയെ തന്നെ വിളിച്ചാലോ? കത്ത് വന്നു, ഭീഷണി കത്ത് വന്നു. അതുകൊണ്ട് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഷാലിമ.
പരുമലച്ചെരുവിലെ പടിപ്പുര വീട്ടിൽ 18-ാം വട്ട തെങ്ങു വച്ചു. കണ്ണീർ കുടത്തിൻ കാരണവൻ മോഹത്തിൻ തണ്ണീർ തേവി വെള്ളമൊഴിച്ചു. കുളിർ തണ്ണീർ തേവി വെള്ളമൊഴിച്ചു. പരുമലച്ചെരുവിലെ പടിപ്പുര വീട്ടിൽ 18-ാം വട്ട തെങ്ങു വച്ചു. തെങ്ങിന് പൂക്കുല കുരുത്തോല ഭംഗിയിണങ്ങിയ കൊരലാരം. തെങ്ങിന് പൂക്കുല കുരുത്തോല ഭംഗിയിണങ്ങിയ കൊരലാരം. ചക്കരമാവിലെ തേൻകുരുവി ഒരു തേൻകുരുവി ചക്കര പച്ചകൾ കണ്ടല്ലോ കണ്ടല്ലോ. പരുമലച്ചെരുവിലെ പടിപ്പുര വീട്ടിൽ 18-ാം വട്ട തെങ്ങു വച്ചു. കരളിലെ കരിക്കിന്റെ മൺകുടത്തിൽ ഇത്തിരി തേനിന്റെ മധുരക്കള്ള്. കരളിലെ കരിക്കിന്റെ മൺകുടത്തിൽ ഇത്തിരി തേനിന്റെ മധുരക്കള്ള്. ഒരു തുള്ളി മോന്തി കുരുവിപ്പെണ്ണ് ആ കുരുവിപ്പെണ്ണ് ആടുന്നു പാടുന്നു ലഹരി കൊണ്ട് ലഹരി കൊണ്ട്. പരുമലച്ചെരുവിലെ പടിപ്പുര വീട്ടിൽ 18-ാം വട്ട തെങ്ങു വച്ചു. കണ്ണീർ കുടത്തിൻ കാരണവൻ മോഹത്തിൽ തണ്ണീർ തേവി വെള്ളമൊഴിച്ചു. കുളിർ തണ്ണീർ തേവി വെള്ളമൊഴിച്ചു. വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ചു വെള്ളമൊഴിച്ചു. ശാലിമ ക്യാരക്ടറായിട്ട് ഞെട്ടിച്ചോണ്ടിരിക്കുകയാണല്ലോ. കോസ്റ്റ്യൂമൊക്കെ കലക്കി കഥാപാത്രമായിട്ട് മാറി അല്ലേ? ശാലിമ ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. വരികളൊക്കെ എഴുതി വെക്കണം എന്ന് തോന്നിയോ? ഇല്ല. തോന്നിയേ ഇല്ല അല്ലേ? തോന്നിയിട്ടേ ഇല്ല. ശരി, നന്നായി പാടാൻ പറ്റിയോ? ആ പാടിയിട്ടുണ്ട്. പാടിയിട്ടുണ്ട്. ശരി, മഞ്ജരി എങ്ങനെയുണ്ടായിരുന്നു ശാലിമയുടെ ക്യാരക്ടർ റൗണ്ടിലെ ക്യാരക്ടർ ശാലിമ പാട്ട്? ചേച്ചി ഇതിനു മുൻപ് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല ഇല്ല. എന്തിലാ? പാട്ട് പാടിയിട്ടാണോ അതോ അയ്യോ, പെർഫോമൻസ് കണ്ടില്ലേ? കഥ? അതാ ചോദിക്കുന്നേ. പാട്ടിൽ നമുക്ക് ഫീൽ കൊണ്ടുവരാം. ആ പക്ഷെ എന്തായിരുന്നു അവിടെ ഒരു അഭിനയം അതിന്റെ കൂട്ടത്തിൽ? ആ അതാ ഞാൻ ചോദിച്ചത്.
നല്ല എക്സ്പീരിയൻസും. അല്ല, അഭിനയിച്ച എക്സ്പീരിയൻസ് ഉണ്ടോ? ഇല്ല 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 ശാലിമ ചേച്ചി നന്നായിട്ട് പാടിട്ടോ, നന്നായിരുന്നു. എസ്പെഷ്യലി ഇതിനകത്തുള്ള ഈ എക്സ്പ്രഷനും ഈ എന്താണ് മൂവ്മെന്റ്സും ഒക്കെ വെച്ച് പാടാൻ കുറച്ച് പാടാം. ശരിക്കും ഒരു സിനിമ സ്റ്റൈലിൽ തന്നെ അഭിനയിച്ച് പാടി. ഉർവശി ചേച്ചിയൊക്കെ നമുക്ക് ഇടയിൽ ഇങ്ങനെ ആ എക്സ്പ്രഷൻസ് ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. അതെ. പിന്നെ ഇതിന്റെ ഇടയിലുള്ള ഈ ഓട്ടത്തിന്റെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. പക്ഷെ ഒരു പെർഫോമൻസ് അല്ലേ, പെർഫോമൻസ് നമുക്ക് പെർഫോമൻസ് ആയിട്ട് എടുക്കാം. അടിപൊളിയായിരുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു സർ. ഞാനൊരു കാര്യം പറയാം. ഒന്നില്ലെങ്കിൽ കള്ളു കുടിക്കാം, അല്ലെങ്കിൽ പാട്ട് പാടാം. കള്ളു കുടിച്ചിട്ട് പാടാൻ അത്ര എളുപ്പമല്ല. ഇറ്റ് ഈസ് നോട്ട് ഈസി. എക്സ്പീരിയൻസ് ഉള്ള പോലെ സംസാരിക്കുന്നു. അത് വിട്. ഇവിടെ ശാലിമ വാസ് വെരി ഗുഡ്. ആ ഒരു എക്സ്പ്രഷൻസ്, ആ ക്യാരക്ടറായി, അതാണ് ആ സൈറ്റടി എല്ലാം നന്നായിരുന്നു. വെരി ഗുഡ്. എടാ, എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ ശാലിമയോട് പറയാനുള്ളൂ. അതായത് ഈ നമ്മുടെ വോയിസ്, ഇപ്പോൾ ചെസ്റ്റ് വോയിസ്, അത് ഹെഡ് ആക്കുമ്പോഴോ അല്ലെങ്കിൽ ഫാൾസ് ആവുമ്പോഴോ വാക്കുകളുടെ ക്ലാരിറ്റി പോവാതെ ശ്രദ്ധിക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ വേണുചേട്ടന്റെയും മഞ്ജരിയുടെയും അതിമനോഹരമായ കമന്റ്സ് ഒക്കെ കേട്ടു. ശാലിമ തകർത്ത് പെർഫോം ചെയ്തു. അപ്പൊ ഇതേപോലെ തന്നെ മുന്നേറുക. ഇനി നമുക്ക് മുമ്പിലുള്ളത് എന്താണ്? എലിമിനേഷൻ ആണ്. എന്തായാലും കഴിഞ്ഞ എലിമിനേഷന്റെ അത്ര ടെൻഷൻ ഈ എലിമിനേഷന് വേണോ? ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിപ്പിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കത്തുകൾ ഇനിയും വരും, വരട്ടെ. നെഞ്ചു മിരിച്ച് ഞാൻ അതൊക്കെ നേരിടും. കേട്ടോ ശാലിമ? അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മത്സരം തുടരാം. അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി.
ശ്രീകുട്ടി ചേട്ടാ എന്തായാലും എന്റെയും ഒരു ഫേവറേറ്റ് സോങ് ആയിരുന്നു ഇപ്പൊ പാടിയത്. ശ്രീകുട്ടിയുടെ ഫേവറേറ്റ് സോങ് ആണോ അതോ വേറെ ആരുടെങ്കിലും ഫേവറേറ്റ് സോങ് ആയതുകൊണ്ട് പാടിയതാണോ? അല്ല, എന്റെ ഫേവറേറ്റ് എപ്പോഴും പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ടാണ്. ശരി, അപ്പൊ അത് പാടി ഞെട്ടിച്ചോ മഞ്ജരി? ഞെട്ടിച്ചു. താങ്ക് യു ചേച്ചി. ഓ, അവിടെ ഒരാള് ഇങ്ങനെയൊക്കെ ഭയങ്കര കൈയടിയായിരുന്നു പാടിക്കഴിഞ്ഞ ഉടനെ. ഞാൻ ഈ ശ്രീകുട്ടി പാടുമ്പോ ശ്രീകുട്ടിയുടെ അമ്മയെ നോക്കുന്നത് ശരിക്കും ഇവിടെ മുന്നിൽ കൊണ്ടിരുത്തണം. അതെ, അപ്പോഴെല്ലാവരും ഇങ്ങനെ ചിരിച്ചു പാടും. ഭയങ്കര എൻകറേജ്മെന്റാ മോളെ നോക്കിയിട്ട്. എനിക്ക് ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ഭംഗിയായിട്ട് പാടി ശ്രീകുട്ടി. താങ്ക് യു ചേച്ചി. ഒരു ഫേവറേറ്റ് പാട്ടാണെന്നുള്ളത് പാടുമ്പോൾ തന്നെ മനസ്സിലായി. ഭംഗിയായിട്ട് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. ഇത് ഡ്യുവറ്റ് അല്ലേ? ഡ്യുവറ്റ് പാട്ട് ഒറ്റയ്ക്ക് നിന്ന് പാടി, ഒറ്റയ്ക്ക് ധൈര്യമായിട്ട് നിന്ന് പാടി. അതെ, സൂപ്പർ ആയിരുന്നു. ശരിക്കും ഒരു പ്രൊഫഷണൽ ഫീൽ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ. ഭംഗിയായി ഭംഗിയായി ഭംഗിയായി. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. സന്തോഷായില്ലേ? പിന്നെ ഒരുപാട്. ചേട്ടാ കുട്ടി 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 ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. താങ്ക് യു താങ്ക് യു സോ മച്ച്. വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ സുജുവിന്റെ പാട്ട് ഇവിടെ നമ്മുടെ സുജു അതെ അതെ അതുപോലെ ചിരിച്ച് ഹാപ്പി ആയിട്ട് ഇൻവോൾവ് ആയിട്ട് പാടി. ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. പറയാനില്ല. ശരി, പക്ഷെ വേറെ ചിലർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കണ്ടേ? ആരാത്? സാറില്ലേ ഇവിടെ? എന്താ സാറ് എന്താ വീട്ടിൽ വിളിക്കാറ്? ഏട്ടാ. എന്തെങ്കിലും സ്പെഷ്യൽ പേര്? സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് സാറിനെ വിളിച്ചോണ്ടിരുന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഏട്ടാന്നാക്കിയത്. ദേഷ്യം വരുമ്പോഴോ? ദേഷ്യം വരുമ്പോ പലതും വിളിക്കും. ശരി, അപ്പൊ എന്തായാലും സാറേ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് പാടിയെന്നാണ് തോന്നുന്നു. നന്നായിട്ട് പാടി. ആളുടെ ഫേവറേറ്റ് സോങ് ആണ്. ഇതിനു മുമ്പ് ഈ പാട്ട് പാടി തന്നിട്ടുണ്ടോ? പാട്ട് പാടി കേട്ടിട്ടുള്ളൂ, തന്നിട്ടില്ല. കോളേജില് ശ്രീകുട്ടി പഠിക്കുന്ന സമയത്ത്, സാറ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം പൂവിട്ട സമയത്ത് ഏത് പാട്ട് കേട്ടപ്പോഴായിരുന്നു ഭാവി എന്റെ വധുവാണ്, അവളുടെ ഗാനം ഐ എം ഇംപ്രസ്ഡ് അങ്ങനെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു മുഹൂർത്തം ഓർമ്മയിൽ വരുന്നുണ്ടോ? ഒരു തമിഴ് പാട്ടാണ്. ഏതാ പാട്ട്? ദൈവം തந்த പൂവി എന്ന പാട്ട്. കറക്റ്റാണ്. ഞാൻ വിചാരിച്ചു മറന്നുണ്ടാവും. നമ്മുടെ സാറിന് വേണ്ടിയും നമ്മുടെ പ്രേക്ഷക അഭ്യർത്ഥന മാനിച്ച് ശ്രീകുട്ടി നമുക്ക് വേണ്ടി ആ 4 വരി പാടുന്നതാണ്. ദൈവം തந்த പൂവ് പാടുക. അതെ, അതാണ് അവിടെ ഇരിക്കുന്നു. അതെ തീർച്ചയായിട്ടും സാർ. ഒരു ദൈവം തந்த പൂവേ കണ്ണിൽ തേടൽ എന്ന തായേ ഒരു ദൈവം തந்த പൂവേ കണ്ണിൽ തേടൽ എന്ന തായേ വാഴ്വ് തുടങ്ങുമിടം നീതാനേ வாழ்வு தொடங்குமிடம் நீதானே வானம் முடியும் இடம் நீதானே காற்றை போல நீ வந்தாயே சுவாசமாக நீ நின்றாயே வாழ்விலோரும் உயிரே ഹലോ പൂ. അല്ലല്ല, സാറ് പഴയ കാലഘട്ടത്തിലാണ്. സാറ് ഈ പാട്ട് കേൾക്കുന്നു, ഒരു വേദിയിൽ നമ്മുടെ ശ്രീകുട്ടി പാട്ട് പാടുന്നു, ഓർമ്മകളിലോട്ട് പോയില്ലേ? പോയി. അതാ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കോളേജിൽ ഈ പാട്ട് പാടുന്ന സമയത്ത് സാറാണ്, ഒരു അധ്യാപകൻ കൂടിയാണ് ഫ്രണ്ടിലിരിക്കുന്നത്. അങ്ങനെ ഇഷ്ടമായി. പക്ഷെ സാറാണ്, അധ്യാപകനാണ്. അപ്പോൾ മറ്റ് കൊളീഗ്സ് ഒക്കെ ഉണ്ട് കൂടെ. അപ്പൊ ആരോടെങ്കിലും ഇതൊന്ന് തുറന്ന് പറയണം എന്ന് തോന്നിയിരുന്നോ? പറയണമെന്ന് തോന്നിയിട്ടില്ല. ഇല്ല, ഒറ്റ ഒരാളോട് പറഞ്ഞോളൂ, ആള് ഭാര്യയായി അല്ലേ? ശരി, അപ്പൊ എന്തായാലും പഴയ കാലഘട്ടത്തിക്കൊക്കെ ഹസ്ബൻഡിനെ കൊണ്ടുപോയി, ശ്രീകുട്ടിയും പോയി. സന്തോഷായില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. പിന്നെ ആരൊക്കെ കൂടെ വന്നിരിക്കുന്ന പുതുമുഖങ്ങൾ? കുറച്ച് പേര്. എന്റെ ബ്രദർ ഉണ്ട്, ബ്രദറിന്റെ വൈഫ്. ഓക്കെ. ബ്രദർ രാഹുൽ, വൈഫ് ശ്രുതിന്ന് വിളിക്കും. ബ്രദർ പാട്ട് പാടോ? ബ്രദർ പാടൂന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇഷ്ടമാണ്, പാടാൻ ഇഷ്ടമാണ്, ആസ്വദിക്കും. കൂട്ടത്തിൽ പാടുകയും ചെയ്യും. ബ്രദറിന്റെ വൈഫോ? ബ്രദറിന്റെ വൈഫ് ഡാൻസ് ഒക്കെ കളിക്കും. ശരി, അപ്പൊ എന്തായാലും ശ്രീകുട്ടി ഫിനാലെ എത്തുവാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 സ്റ്റെപ്പ്
ഡൺ. അപ്പൊ ശ്രീകുട്ടി എന്ത് വില കൊടുത്തും ഫിനാലെ എത്തണം കേട്ടോ. എത്തിയിരിക്കും. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് മുമ്പിലുള്ളത് എലിമിനേഷൻ ആണ്. അതെ അതെ. ടെൻഷൻ അടിപ്പിക്കാം. താങ്ക് യു. താങ്ക് യു. മഞ്ജരി, നമ്മുടെ സെമി ഫൈനൽസ് നമ്മൾ ഇന്നലെ ആരംഭിച്ചതാണല്ലോ. അപ്പോൾ ഇന്നലെ ഒരു തുടക്കത്തിൽ സ്വാഗതം ചെയ്തപ്പോൾ ഒരു പാട്ടുമായിട്ട് വന്നു. എന്നെ കാണുന്നു, ചിരിക്കുന്നു. ഡെയിനി ഇവിടെ നിൽക്കുമ്പോൾ ചിരിച്ച് പാട്ട് പാടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു, ചിരിപ്പിക്കല്ലേ എന്ന് പറയുന്നു. അതെനിക്ക് വല്ലാതെ കൊണ്ടു. അതെന്താ? അല്ല, ഞാൻ ഗായകക്ക് പാട്ട് പാടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വിഷമം ഉണ്ടാവുമല്ലോ എനിക്ക്. അല്ല, പക്ഷെ ഒരു ആക്ടർ അല്ലേ, അങ്ങനെയൊക്കെ ഒരു കോമഡി പോലെ തോന്നുന്നു പറയുമ്പോൾ തോന്നുന്നു. പക്ഷെ മഞ്ജരിയുടെ ആ ഗാനം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ലല്ലോ മര്യാദക്ക്. അപ്പൊ ഒരു ചെറിയ ആഗ്രഹം, ഞാൻ ഈ വേദിയിൽ ഇല്ല, മഞ്ജരിക്ക് ഒറ്റയ്ക്ക് വിട്ടുതരാണ് ഈ വേദി. ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം പാടിത്തരും തീർച്ചയായിട്ടും. പ്ലീസ് വെൽക്കം.
കണ്ണന് കറുപ്പ് നിറം. മത്സരം തകൃതയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആരൊക്കെ ഫൈനൽസിലോട്ട് എത്തും, ആരൊക്കെ എലിമിനേറ്റ് ആകും എന്നൊക്കെ അറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഇവിടെ രണ്ടുപേര് പഴയ പോലെ തന്നെ വർത്താനം പറഞ്ഞ് നിങ്ങൾക്കൊരു ചൂട് വരുന്നില്ലേ? ഫുഡ് കഴിക്കുക, വർത്താനം പറയാൻ മാർക്കിട. ഫുഡ് കഴിക്കുക, വർത്താനം പറയാൻ മാർക്കിട. We are dealing with the contestants. Please understand. എല്ലാരും തമാശകാരായിട്ടാ. റൈമിംഗ് വേർഡ് വെച്ചിട്ടുള്ള കോമഡികളാണ് ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരും ട്രെൻഡ് അല്ലേ? മഞ്ചിരി ഇപ്പൊ പുതിയതായിട്ട് എന്താ കഴിച്ചത്? നേരത്തെ എനിക്ക് ഒരു അലട തന്നു, വേണുചേട്ടൻ തന്നു. മഞ്ചിരി എന്താ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ എന്താ കഴിച്ചത്? അത് ക്രിസ്മസ് കേക്കാ. അപ്പൊ എന്തൊക്കെയോ ഫുഡ് കഴിക്കാനുള്ള ഐറ്റംസ് ഉണ്ട്. ഞാൻ വഴിയെ വരാം. എന്തായാലും നമ്മുടെ മത്സരം ഇവിടെ നടക്കണം. നമ്മുടെ പ്രേക്ഷകരൊക്കെ മത്സരം കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നു. വിളിക്കാം, അടുത്ത മത്സരത്തിൽ സ്വാഗതം ചെയ്യാം. എന്റെ വയറ് നിറഞ്ഞു. പാട്ട് കേൾക്കാം. ഓ ശരി, അപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചേക്കാം. ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ശിശിര.
ശിശിര, എന്തായാലും ഫേവറേറ്റ് സോങ് റൗണ്ട് ആണ് കഴിഞ്ഞത്. അതെ. ഇഷ്ടപ്പെട്ട ഗാനം തന്നെയാണോ? ഓ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരാണ് ഈ ഗാനമാണ്. പാട്ട് സെലക്ട് ചെയ്തത്? അമ്മയുടെ ഒരു സജഷൻ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ആരെങ്കിലും ദുബായിലോ ഗൾഫിൽ രാജ്യങ്ങളിലോ അങ്ങനെ അവിടെ നിന്നെങ്കിലും അങ്ങനെ എന്തെങ്കിലും സജഷൻ വന്നായിരുന്നോ? ഇല്ല, അവിടെ നിന്നൊന്നും വന്നിട്ടില്ല. അമ്മേന്റെ അടുത്തായിരുന്നു മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പൊ ഫിനാലിൽ എത്തിയ അദ്ദേഹത്തിന്റെ ഒരു സജഷൻ വരും. നമുക്ക് നോക്കാം. എന്തായാലും നന്നായി പാടാൻ പറ്റുമോ? കുഴപ്പമില്ലായിരുന്നു. വേണു ചേട്ടാ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. എനിക്ക് തോന്നിയ ഒരു കാര്യം, ത്രൂ ഔട്ട് ഒരു ഒന്ന് ഫ്ലാറ്റ് ആവാൻ ഒരു ടെൻഡൻസി അവിടെ ആ നോട്ടിൽ കറക്റ്റായിട്ട് എത്താതെ ഒന്ന് ഫ്ലാറ്റ്. എന്താ ഈ മത്സരത്തിന് ഫ്ലാറ്റാണ് സമ്മാനം അല്ലല്ലോ. അപ്പോഴേ ഈ വരി ഒന്ന് പാടും. മൃദുരവം ഉതിരും, ആ 2 ലൈൻ. ഞാനിവിടെ ആ വാക്ക് ഉലഞ്ഞു, ഞാൻ കേട്ടേയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം എൻ്റെ വീട്ടിൽ ഉത്തരവില്ലാത്ത പല ചോദ്യങ്ങൾ എന്നോട് ഭാര്യ ചോദിക്കും. അപ്പൊ ഞാൻ ആദ്യമൊക്കെ കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കും, വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ ഇതില് ഒരു വാക്കൊരു ലൈൻ ഞാൻ പാടും. അതിന് പൊരുൾ നിനക്ക് ഏതും അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ നടന്നു അങ്ങ് പോവും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ പാട്ട് എന്റെയും ഒരു ഫേവറേറ്റ് സോങ് ആണ്. സാർക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. താങ്ക് യു. ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും രക്ഷിച്ചിട്ടുള്ള വരികളാണ് അല്ലെ പാട്ടുകൾ. മഞ്ചരിക്ക് ഈ പാട്ടുമായിട്ട് അങ്ങനെ ഏതെങ്കിലും ബന്ധം? ഒരു ബന്ധമില്ല. ശരി, എന്താണ് പാട്ടിനെ കുറിച്ച് ശിശിര പാടിയ പാട്ടിനെ കുറിച്ച് എന്താണ് പറയുന്നത്? എന്ത് സുന്ദരമായ പാട്ട്. ശിശിരയുടെ ശബ്ദം വളരെ നല്ലൊരു ശബ്ദമായതുകൊണ്ട് ഈ പാട്ട് കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ശിശിര. വെൺചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു എനർജി ആവാം കുറച്ചുകൂടി. ചില ഭാഗങ്ങള് ശക്തി കുറയുന്നത് കൊണ്ട് നോട്ട്സ് ഒന്ന് ഫ്ലാറ്റ് ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതൊന്ന് മാറ്റിയെടുക്കണം. നല്ല എനർജിയിൽ പാടിയാലേ ഫുൾ പാട്ടിൽ നമുക്ക് ആ ഒരു എന്താ പറയാ ജസ്റ്റിസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിന് നമ്മുടെ എനർജി സേവ് ചെയ്തേ പറ്റൂ. അപ്പം അതുകൊണ്ടാണ് ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു പ്രോബ്ലം. പിന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല ചില ഭാഗങ്ങൾ, ശ്വാസം കിട്ടുന്നില്ല. പിന്നെ ആ വരി എങ്ങനെ മറന്നു? എന്താ അവിടെ സംഭവിച്ചത്? അപ്പോ കേളപ്പെട്ടനെ ഓർത്ത് കാണണം. എന്നാണ് വീണ്ടും കേളപ്പെട്ട ക്ഷമിക്കൂ, ഒരു വാക്ക് തെറ്റിപ്പോയി ക്ഷമിക്കൂ. അപ്പൊ ശിശിര, എന്തായാലും നമ്മുടെ സെമി ഫൈനൽസിലെ 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് മുമ്പിലുള്ളത് എന്താണ്? ഫിനാലെ. അതിന്റെ ഇടയിൽ ഫൈനലിലെ 2 റൗണ്ടുകൾക്ക് ശേഷം ഫിനാലയ്ക്ക് മുമ്പ് എലിമിനേഷൻ. ടെൻഷൻ അടിക്കാൻ റെഡിയാണോ? യെസ്. ടെൻഷൻ അടിപ്പിക്കാൻ എനിക്ക് കൊതിയായിട്ട് പോയല്ല. താങ്ക് യു. 6 മത്സരാർത്ഥികളുടെ മത്സരം കഴിഞ്ഞിരിക്കുന്നു. ആരൊക്കെ ഫിനാലയിലെത്തും, ആരൊക്കെ എലിമിനേഷൻ താണ്ടും, ആ ഉത്തരം നൽകാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. പറ്റുമോ? പറ്റണമെങ്കിൽ ഇവിടെ ഒരു കാര്യം കൂടി നടക്കണം. മത്സരം മുഴുവനായിട്ട് നടക്കണ്ടേ? അപ്പോ ഒരു മത്സരാർത്ഥി കൂടി വേണ്ടേ? 6 മത്സരാർത്ഥികളുടെ മത്സരം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോ 7ാമത്തെ മ്യൂസിക്കൽ വൈഫിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. സ്വാഗതം ചെയ്യട്ടെ. ലെറ്റ്സ് വെൽക്കം കീർത്തന. സ്വപ്നം വിളഞ്ഞതും
കീർത്തന യെസ് ക്യാരക്ടർ റൗണ്ടിൽ വന്ന് തകർത്തു. തകർത്തോ? തകർത്ത് തരിപ്പണമാക്കി ഇവിടെ. താങ്ക് യു ചേച്ചി. ചമ്മോ, ഞെട്ടിച്ചു കളഞ്ഞു. കീർത്തന സൂപ്പറായിരുന്നു. താങ്ക് യു ചേച്ചി. ഒന്നും പറയാനില്ല. ഈ പാട്ട് ക്ലീൻ സിംഗിങ്. താങ്ക് യു ചേച്ചി. വോയിസ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വോയിസും ഉഗ്രനായിരുന്നു. ഈ പാട്ട് ആരുടെ സെലക്ഷൻ ആണ്? ഇത് ഞാൻ തന്നെയാണ്. ഉഗ്രൻ. ഓ, അമിത് അവിടെ ഇരുന്ന് ഇങ്ങനെ രോമാഞ്ച് അതെ, കഞ്ചു. പുളകിതൻ. ഓ, ഇരുന്ന് ആസ്വദിക്കുന്ന കാണണായിരുന്നു. ഭയങ്കര ആസ്വാദനം. അതൊക്കെ പാടുന്നുണ്ട്. അമിത് എങ്ങനെ വീട്ടിൽ പാടുവോ? പാടും മാഡം. പാടുമെന്ന് വെച്ചാല് നമ്മൾ പറയുമ്പോ പാടില്ല, അല്ലാതെ തോന്നുമ്പോ പാടും. നമ്മൾ പറഞ്ഞാ കേക്കൂല. അമിത് മ്യൂസിക് പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പഠിച്ചിട്ടുണ്ട്. എന്നോട് ഈ പാട്ട് പാടുമ്പോ തന്നെ നീ കുറച്ച് പെർഫോം ചെയ്യണം, കുറച്ച് ചിരിച്ച് പാടണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞു തന്നായിരുന്നു. നന്നായി പെർഫോം ചെയ്തു. നല്ല അനങ്ങി, നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് കുറെ സ്റ്റെപ്സ് ഒക്കെ ഇട്ട് അടിപൊളിയായിരുന്നു കാണാൻ. ഡാൻസേഴ്സിന്റെ കൂടെ അവരിൽ ഒരാളെ പോലെ തന്നെ കീർത്തനയുണ്ടായി. ക്യാരക്ടർ ആയിരുന്നു. ക്യാരക്ടർ റൗണ്ടിന് പറ്റിയ ഒരു ക്യാരക്ടർ അല്ലേ? താങ്ക് യു ചേച്ചി. വേണിച്ചേട്ടാ, ഹായ് കീർത്തന. വേണിച്ചേട്ടാ എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചത്. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഈ ഒരു സംഗീതയാത്ര ഇതിൽ യു ഹാവ് കം മച്ച് അഹെഡ്. ആ ആരംഭം എവിടെയാണോ അവിടെ നിന്ന് മുൻപിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് വന്നു. താങ്ക് യു സർ. ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. കോൺഫിഡൻസ്, പെർഫെക്ഷൻ, വോയിസ്, മൂവ്മെന്റ്സ് എല്ലാം തകർത്തു. എല്ലാം വെരി ഗുഡ്. താങ്ക് യു സർ. കീർത്തന, അപ്പൊ എന്തായാലും നമ്മുടെ സെമി ഫൈനൽസിലെ 2 റൗണ്ടുകളും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 2 ജഡ്ജസും നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞു. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കമന്റ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. നല്ല കമന്റ്സ് ആണ് അല്ലേ? അതെ. ടെൻഷൻ അടിക്കാനുള്ള വകയില്ല എന്ന് തോന്നുന്നുണ്ടോ? ചെറുതാ ടെൻഷൻ അടിക്കണ്ട എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഫേസ് എലിമിനേഷൻ ആണ് വരാൻ പോകുന്നത്. ചെയ്യാം. പക്ഷെ ഫിനാലിലോട്ട് കടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം. കാരണം ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും നല്ല വാശിയുടെ പോരാട്ടം അതെ, നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാരും നല്ല വാശിയിലാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ മാക്സിമം പെർഫോം ചെയ്യാന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ടുണ്ട് അല്ലേ? ശരി, അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എലിമിനേഷൻ വെച്ച് കാണാം. ശരി. താങ്ക് യു.